ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. മലാപ്പുറം AUP സ്കൂൾ സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് SFI പ്രവർത്തകർ DDE ഓഫീസ് ഉപരോധിച്ചു. പാലക്കാട് വീരേന്ദ്രകുമാറിനെ ചിലർ കാലുവാരിയതായി സോഷ്യലിസ്റ്റ് യുവജനതാ സംസ്ഥാന പ്രസിഡന്റ് സലീം മടവൂർ. കക്കോടിയിൽ രശ്മി ഇലക്ട്രിക്കൽസിനും സാറ്റ്വിഷൻ കേബിൾ നെറ്റ്വർക്ക് സ്ഥാപനത്തിനും തീപിടിച്ചു. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. മലാപ്പുറം AUP സ്കൂൾ സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട SFIയുടെ നേതൃത്വത്തിൽ DDE ഓഫീസ് ഉപരോധിച്ചു. ഉപരോധത്തെ തുടർന്ന് സ്ഥലത്ത് നേരിയ തോതിൽ സംഘർഷമുണ്ടായി. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. കോഴിക്കോട് മലാപ്പറമ്പ് AUP സ്കൂൾ സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്നാവശ്യപ്പെട്ടാണ് SFI പ്രവർത്തകർ DDE ഉപരോധിച്ചത്. സർക്കാർ മലാപ്പറമ്പ് സ്കൂൾ ഏറ്റെടുക്കുന്നതിനുള്ള ഉറപ്പ് നൽകണമെന്നും രേഖാമൂലമുള്ള ഉറപ്പ് ലഭിച്ചാലേ പിരിഞ്ഞുപോകൂവെന്നും പ്രവർത്തകർ പറഞ്ഞു. തുടർന്ന് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് കാരണമായി. കൂടുതൽ പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. SFI ജില്ലാ സെക്രട്ടറി MK നികേഷ്, MM ജിജേഷ്, K അശ്വന്ത് തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. പാലക്കാട് വീരേന്ദ്രകുമാറിനെ ചിലർ കാലുവാരിയതായി സോഷ്യലിസ്റ്റ് യുവജനതാ സംസ്ഥാന പ്രസിഡന്റ് സലീം മടവൂർ. പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് വീരേന്ദ്രകുമാറിനെ ചിലർ കാലുവാരിയതായി സോഷ്യലിസ്റ്റ് യുവജനതാ സംസ്ഥാന പ്രസിഡന്റ് സലീം മടവൂർ പറഞ്ഞു. കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDFന്റെ ഇന്നത്തെ യോഗം ചർച്ച ചെയ്യുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശ്രീ വീരേന്ദ്രകുമാർ വലിയ ഒരു മാർജിനിൽ അവിടെ പരാജയപ്പെട്ടു. അദ്ദേഹത്തെ കാലുവാരിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കിട്ടേണ്ട വോട്ട് മറുപക്ഷത്തേക്ക് ചോർന്നുപോയി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ സതീശൻ പാച്ചേനിക്ക് കിട്ടിയ വോട്ട് അവിടെ വീരേന്ദ്രകുമാറിന് ലഭിച്ചിട്ടില്ല. അതിനേക്കാൾ 30,000 വോട്ട് കുറവാണ് ഇത്തവണ കിട്ടിയത്. ഏതാണ്ട് 1,00,000 വോട്ട് ആ നിയോജക മണ്ഡലത്തിൽ വർദ്ധിച്ചിരിക്കെ ശ്രീ വീരേന്ദ്രകുമാറിന് ആനുപാതികമായി വോട്ട് വർദ്ധിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ പരിഗണിച്ചുകൊണ്ട് വ്യാപകമായിക്കൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന വ്യക്തിപരമായി ലഭിച്ചിരിക്കുന്ന ആ വോട്ടുകൾക്ക് കൂടെ ചേർത്താൽ UDFന്റെ വോട്ട് ചോർച്ച ഭീമമാണ്. ഇതിന് പുറകിൽ ആരാണ് പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തിക്കൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കാനാണ് UDFന്റെ നേതൃത്വം തയ്യാറാവേണ്ടത്. ഇന്നലെ ചില മാധ്യമങ്ങളിൽ കണ്ടു പാലക്കാട് ജില്ലാ UDF നേതൃത്വം സംഭവം പരിശോധിക്കുമെന്ന്. അത് ഞങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. പാലക്കാട് ജില്ലാ നേതൃത്വം അല്ല അത് പരിശോധിക്കേണ്ടത്. സംസ്ഥാന നേതൃത്വം പരിശോധിച്ചുകൊണ്ട് ആരാണ് വോട്ട് ചോർച്ചയ്ക്ക് ഉത്തരവാദികൾ, ആ സമയത്തുള്ള ഇടപാടുകൾ, ആളുകൾ തമ്മിലുള്ള ടെലിഫോൺ വിളികൾ അടക്കമുള്ള കാര്യങ്ങൾ എല്ലാ സംവിധാനങ്ങളെക്കുറിച്ചും അന്വേഷണം നടത്തിക്കൊണ്ട് ഈ തോൽവിയിൽ ചില ആളുകളെ കേരളത്തിലെ കൊക്കക്കോള കമ്പനിയോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളോ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടോ, ഇതൊക്കെ തന്നെ UDFന്റെ നേതൃത്വം പരിശോധിക്കണം. മണ്ഡലത്തിൽ UDFന്റെ വോട്ട് ചോർന്നത് സംസ്ഥാന നേതൃത്വം പരിശോധിക്കണം. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും സലീം മടവൂർ ആവശ്യപ്പെട്ടു. കക്കോടിയിൽ രശ്മി ഇലക്ട്രിക്കൽസ്, സാറ്റ്വിഷൻ കേബിൾ നെറ്റ്വർക്ക് സ്ഥാപനങ്ങളിൽ തീപിടുത്തം. ചൊവ്വാഴ്ച പുലർച്ചെയോടെ നടന്ന തീപിടുത്തത്തിൽ ഏകദേശം 80 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായി. ഹാവൽസ് ഇലക്ട്രിക് ഉപകരണങ്ങളുടെ ഗോഡൌണായ രശ്മി ഇലക്ട്രിക്കൽസ്, ഫ്രണ്ട് സാറ്റ്വിഷൻ കേബിൾ നെറ്റ്വർക്കിന്റെ ഓഫീസ് എന്നിവയ്ക്കാണ് തീപിടിച്ചത്. ലക്ഷ്മി ഇലക്ട്രിക്കൽസിലെ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന CFL-ഉം മറ്റ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും 4ഓളം കമ്പ്യൂട്ടറുകളും സുപ്രധാന രേഖകളും കത്തിനശിച്ചു. സാറ്റ്വിഷനിലെ കേബിൾ അനുബന്ധ ഉപകരണങ്ങളും പൂർണ്ണമായി കത്തിനശിച്ചിട്ടുണ്ട്. KCL മുൻ MD MK ഷാജിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് 2 സ്ഥാപനങ്ങളും. ഏകദേശം 80 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. യുവാക്കൾ കുറ്റകൃത്യങ്ങളിൽ അകപ്പെടാനുള്ള ഒരു കാരണം വായന അവരിൽ നിന്നും അകന്നതാണെന്ന് സാഹിത്യകാരി P. വത്സല. ജില്ലാ ലൈബ്രറി കൌൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ജൂബിലി ഹാളിൽ ആരംഭിച്ച പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ജില്ലാ ലൈബ്രറി കൌൺസിൽ വികസന സമിതിയുടെ 10ാമത് പുസ്തകോത്സവത്തിനാണ് കണ്ടംകുളം ജൂബിലി ഹാളിൽ തുടക്കമായിരിക്കുന്നത്. സാഹിത്യകാരി P. വത്സല പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പക്കാർ കുറ്റകൃത്യങ്ങളിൽ അകപ്പെടുന്നതിനുള്ള ഒരു കാരണം വായന അവരിൽ നിന്നും അകലുന്നതാണെന്ന് P. വത്സല ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ന് കൂടുതലായും സാമൂഹ്യ
വിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാടുകളാലും പ്രവർത്തനങ്ങളാലും സമൂഹത്തിന് എല്ലാ നന്മകളെയും പ്രതിരോധിക്കുന്നവരുടെ നിലയിൽ അവതരിക്കുന്നത് എന്ന് നമ്മൾ പത്രമുഖേന മനസ്സിലാക്കുന്നു. ചെറുപ്പക്കാർ കൂടുതൽ കുറ്റകൃത്യങ്ങളിലേക്ക് അകപ്പെടാനുള്ള ഒരു പ്രധാന കാരണം വായന എന്ന മഹത്തായ ഒരു ശീലം അവരിൽ നിന്ന് അകന്നുപോയതാണ് എന്നാണ് എൻ്റെ ആലോചനയിൽ തെളിഞ്ഞു വന്നിട്ടുള്ളത്. യുവജനങ്ങളെ സൽകൃത്യങ്ങളിലേക്ക് നയിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ കടമയാണ്. വിദ്യാഭ്യാസം എന്നത് ഒരു വകുപ്പായി മാത്രം മാറിയെന്നും പി വത്സല കൂട്ടിച്ചേർത്തു. പരിപാടിയോടനുബന്ധിച്ച് പുസ്തക പ്രകാശനവും നടന്നു. ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് എൻ ശങ്കരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കെ ചന്ദ്ര മാസ്റ്റർ, വി കെ ബാലൻ മാസ്റ്റർ, കന്മന ശ്രീധരൻ, വി നമ്പ്യാർ തുടങ്ങിയവർ സംബന്ധിച്ചു. പുസ്തകോത്സവം ഈ മാസം 23 വരെ നീണ്ടുനിൽക്കും. കേളുവീട്ടൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കേളുവീട്ടൻ അനുസ്മരണം പരിപാടി സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കേളുവേട്ടൻ അനുസ്മരണം സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ സജീവമായി കോളറ, അസൂരി പോലുള്ള പകർച്ചവ്യാധികൾ ജനങ്ങൾക്ക് ആശ്വാസം നൽകാനുള്ള സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നു. വിവിധ മേഖലകളിലെ തൊഴിലാളി സംഘടനാ പ്രവർത്തനം രൂപപ്പെട്ടു വന്നില്ല. ഈ പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായി ഇടപെട്ട് നേതൃത്വം നൽകി പ്രവർത്തിച്ച ഒരാളാണ് സഖാവ്. കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. KN കുഞ്ഞാമത്, ജിജോ തുടങ്ങിയവർ സംബന്ധിച്ചു. കോർപ്പറേഷൻ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പകർച്ചവ്യാധി നിവാരണ ആലോചനാ കൺവെൻഷൻ ടാഗോർ ഹാളിൽ നടന്നു. മേയർ പ്രൊഫസർ AK പ്രേമചന്ദ് ഉദ്ഘാടനം നിർവഹിച്ചു. കോർപ്പറേഷന്റെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെയും പകർച്ചവ്യാധി നിവാരണത്തിന്റെയും ആലോചനാ കൺവെൻഷൻ ടാഗോർ ഹാളിൽ നടന്നു. മേയർ പ്രൊഫസർ AK പ്രേമചന്ദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജാനമ കുഞ്ഞുണ്ണി, MT പത്മ, അനിത രാജൻ, T രജനി, രാധാകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇന്ത്യയിൽ പൊതുവെയും കേരളത്തിൽ പ്രത്യേകിച്ച് കേരളം എന്ന് പറയുന്നത് വ്യക്തി ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഏറ്റവും അധികം ലോകത്ത് തന്നെ മുന്നിൽ നിൽക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ്. അങ്ങനെയുള്ള ഈ പ്രദേശത്ത് പക്ഷേ സാമൂഹ്യ ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന പ്രവർത്തനമാണ് കേരളത്തിലെ ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അക്കാര്യത്തിലുള്ള ഒരു അവബോധം കൂടിയാണ് ഈ ശില്പശാല ഉദ്ദേശിക്കുന്നത്. ഓൾ കേരള തൽസമാദ് ഫെഡറേഷൻ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. സെയ്ദ് മുഹമ്മദ് ജുമലുല്ലൈവി KKS തങ്ങൾ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഓൾ കേരള തൽസമാദ് ഫെഡറേഷന്റെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. സെയ്ദ് മുഹമ്മദ് ജമലുല്ലൈലി KKS തങ്ങളെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. തൽസമാത്തി എന്ന ചികിത്സാ രീതി അത് നഷ്ടപ്പെടാതെ അത് പഠിക്കുന്ന ആളുകളെയും ചെയ്യുന്ന ആളുകൾ ഒരു ചികിത്സാ സമ്പ്രദായം നടപ്പിൽ വരുത്തുക എന്ന ലക്ഷ്യമാണ് അതിനിക്കുള്ളത്. വളരെ വിജയകരമായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പല ശക്തികളും വിരോധികളും എല്ലാം അതിലേക്കുണ്ടെങ്കിലും എല്ലാം തിരുനവലകളിച്ചുകൊണ്ട് ഒരുപാട് മെമ്പർമാർ ചേർത്തുകൊണ്ട് ഇപ്പോൾ അത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബൂളമംഗലം മുഹമ്മദ് അലി ബാഗവിയാണ് പുതിയ ജനറൽ സെക്രട്ടറി. കേരളത്തിലെ എല്ലാ ജില്ലകളിലും അസ്മാഉ തൽസമാത്ത് എന്ത് എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും സെമിനാറും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ബദൽ രാഷ്ട്രീയ കൂട്ടായ്മയ്ക്ക് SDPI മുൻകൈയെടുക്കുമെന്ന് ഭാരവാഹികൾ. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം നിർണ്ണയിക്കുന്നതിൽ SDPIയുടെ പങ്ക് പ്രധാനമാണെന്ന് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നതായും അവർ പറഞ്ഞു. ബദൽ രാഷ്ട്രീയ കൂട്ടായ്മയ്ക്ക് SDPI മുൻകൈയെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. SDPIയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയെ കിട്ടിയിട്ടുള്ളൂ. അതല്ലെങ്കിൽ SDPI ചെയ്യുന്ന ജനപക്ഷ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും അതൊന്ന് പുറത്തു കാണുന്ന ഒരു അവസരങ്ങൾ ഉണ്ടായിട്ടില്ലായിരുന്നു. അത് വളരെ സംസ്കരിക്കപ്പെട്ടു പോവുകയായിരുന്നു. ഈ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും കേരളത്തിലെ ജനങ്ങൾ SDPIക്ക് നൽകിയിട്ടുള്ള ഈ അംഗീകാരം വളരെ വിലപ്പെട്ടതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കും. SDPI വോട്ടുകൾ നിർണായകമാണെന്നാണ് പല മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്.
തിരുവനന്തപുരത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ മറികടന്ന് BJP രണ്ടാം സ്ഥാനത്തെത്തിയതിനു പിന്നിൽ CPIM വോട്ടുകൾ മറച്ചതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. SDPI സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM അഷ്റഫ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി MK മനോജ് കുമാർ, PK ഉസ്മാൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ORCയുടെ ആഭിമുഖ്യത്തിൽ അശോകപുരം സൈനിക ഓഫീസ് ഹാളിൽ നടന്ന അർബൻ 4 അംഗനവാടി അധ്യാപികമാർക്കുള്ള ശില്പശാല സമാപിച്ചു. ORC ജില്ലാ കോർഡിനേറ്റർ PA ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിലുള്ള ORCയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ ബുദ്ധിവികാസം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ അശോകപുരം സൈനിക ഓഫീസ് ഹാളിൽ അംഗൻവാടി അധ്യാപകമാരുടെ ശില്പശാല സമാപിച്ചു. ORC ജില്ലാ കോർഡിനേറ്റർ PA ജോൺ സമാപന സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചു. വഴിതെറ്റിപ്പോകുന്ന കുട്ടികളെ നല്ല രീതിയിൽ നയിക്കുക എന്ന ലക്ഷ്യവുമായി ORC മെമ്പർ PV അശോകൻ ക്ലാസ് എടുത്തു. തുടർന്ന് രാമചന്ദ്രൻ, ബഷീർ, ലത്തീഫ് ഒളവണ്ണ, രാജീവ് മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. വളർത്തുദോഷം നല്ലൊരു കൈ കൊടുക്കും. വളർത്തുദോഷം എവിടെ ഒരു തകരാറുണ്ടല്ലേ? ഒറ്റവാക്കിൽ നമ്മൾ വളർത്തുദോഷം എന്ന് പറഞ്ഞു. പക്ഷെ എവിടെ ഒരു ചെറിയ തകരാറുണ്ട്. ആ തകരാറ് നമ്മൾ കണ്ടെത്തിയിരിക്കണം. അത് കണ്ടെത്താൻ വേണ്ടിയാണ് പാരന്റിംഗ് എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ വളർത്തുന്നത് എങ്ങനെയാണെന്ന് അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞ് വളരെ സങ്കടകരമായ ഒരു ദൗത്യം ഇവർ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. SBI റിലയൻസ് വിഴുങ്ങുമ്പോൾ വിഷയത്തിൽ PAG ഓപ്പൺ ഫോറം സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. VK പ്രസാദ് നേതൃത്വം നൽകി. SBIയെ റിലയൻസ് വിഴുങ്ങുമ്പോൾ എന്ന വിഷയത്തിലാണ് PAG ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചത്. മാധ്യമ നിരീക്ഷകൻ VK പ്രസാദ് വിഷയാവതരണം നടത്തി. AIRRBA പ്രസിഡന്റ് രാജീവ് അധ്യക്ഷത വഹിച്ചു. ടേം ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ് ഏകദേശം ബാങ്കിൽ പഠിക്കുന്ന ആളുകൾക്കറിയാം, ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കറിയാം, ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശമായി. ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഒരു മാസം കൂടെ അവർ കൊടുത്തു. Additional products may be added by mutual transactions. അപ്പോൾ ഇത്രയും ഭയാനകമായ രൂപത്തിൽ ഇത് ബാങ്കിന്റെ കോസ്റ്റ് കുറയ്ക്കുന്ന, ഈ പണി ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്നതിന്റെ ഭാഗമായി ബാങ്കിന്റെ കോസ്റ്റ് കുറയ്ക്കുന്നതാണ്. ഇങ്ങനത്തെ ബാങ്കിലെ ജീവനക്കാർക്ക് ഞങ്ങൾ വലിയ പൈസ കൊടുത്തുകൊണ്ടാണ് ഈ പണിയൊക്കെ എടുക്കുന്നത്. അത് ചുരുങ്ങിയ പൈസയ്ക്ക് ഞങ്ങൾ എടുക്കും എന്നുള്ള ഒരു കാര്യമുണ്ട്. K അജയൻ, AK രമേശ്, രാഘവൻ, കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. രുചിയൂറും നാടൻ വിഭവങ്ങളുമായി ഗ്രീൻ വ്യൂ പരിസ്ഥിതി സംരക്ഷണ കർഷക കൂട്ടായ്മയുടെ അടുക്കള നാടൻ ഭക്ഷ്യമേളയ്ക്ക് നളന്ദ ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. തനി നാടൻ ഉൽപ്പന്നങ്ങളാൽ ഉണ്ടാക്കിയ വിഭവങ്ങളാണ് മേളയെ ശ്രദ്ധേയമാക്കുന്നത്. അടുക്കളയിൽ നിന്നും അന്യമാകുന്ന നല്ല ഭക്ഷണവുമായി ഗ്രീൻ വ്യൂവിന്റെ അടുക്കള ഭക്ഷ്യമേള തുടക്കമായി. ഗ്രീൻ വ്യൂ പരിസ്ഥിതി സംരക്ഷണ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ ഭക്ഷ്യമേള ആരംഭിച്ചിരിക്കുന്നത്. മലയാളികളുടെ അടുക്കളയിൽ നിന്നും പടിയിറങ്ങിയ നാടൻ ഭക്ഷണങ്ങളായ കഞ്ഞി, ചമ്മന്തി, ചക്കപ്പുഴുക്ക്, ചക്കപ്പലഹാരങ്ങൾ മുതലായവയാണ് ഭക്ഷ്യമേളയുടെ തീമേശയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. കൂടാതെ ഉന്നക്കായ, പഴം നിറച്ചത്, ഇറച്ചിപ്പത്തിരി, ചിക്കൻ കട്ട്ലേറ്റ് മുതലായവയും ഇവിടെ സജീവമാണ്. തലശ്ശേരി വെണ്മ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തലശ്ശേരി സ്പെഷ്യൽ വിഭവങ്ങളായ കിളിക്കൂടിനും ആവശ്യക്കാർ ഏറെയായിരുന്നു. കിളിക്കൂടിന് ഒന്നിന് 25 രൂപയാണ് വില. കൂടാതെ ഭക്ഷ്യമേളയിൽ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ മറ്റു വിഭവങ്ങളായിരുന്നു കപ്പ ബിരിയാണി, കപ്പ മീൻകറി, ചിക്കൻ വറ്റിച്ചത്, പാലപ്പം, ചിക്കൻ പൊള്ളിച്ചത് മുതലായവ. ഏകദേശം 20 രൂപ മുതൽ 120 രൂപ വരെയാണ് ഇവിടത്തെ വിഭവങ്ങളുടെ വില നിരക്ക്. ആനക്കായം കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പ്രത്യേകം തയ്യാറാക്കിയ ഉയരം കുറഞ്ഞ 3 വർഷം കൊണ്ട് കായ്ക്കുന്ന വിവിധ തരം മാവുകൾ, തേൻവരിക്ക പ്ലാവുകൾ, പപ്പായ എന്നിവയുടെ തൈകളും ഭക്ഷ്യമേളയിൽ വിൽപ്പനയ്ക്കായെത്തി. നമ്മൾ ഗ്രീൻ വ്യൂ പരിസ്ഥിതി സംരക്ഷണ കർഷക കൂട്ടായ്മയാണ് ഈ അടുക്കള എന്ന പേരിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഭക്ഷ്യമേള സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത, കേരളത്തിൽ ഭക്ഷ്യക്ഷാമമുണ്ടായ ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് പോലും നമ്മൾക്ക് ഇവിടെ പട്ടിണി കിടക്കേണ്ട ഇത് ഗതികേട് വന്നിട്ടില്ല. നമ്മുടെയൊക്കെ വീട്ടുവളപ്പിലുള്ള കപ്പയും ചേനയും ചേമ്പൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ അന്ന് പിടിച്ചു നിന്നത്. അതേ രീതിയിൽ ഇന്നും നമ്മളെ കൺമുന്നിലൊക്കെ തന്നെ ഇത്തരം ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. അത് ഉപയോഗിക്കാതെയാണ് നമ്മൾ മറുനാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികൾക്ക് പിറകെ പോകുന്നത്. ഈ ഒരു മാറ്റം ഉണ്ടാകണം. നമ്മൾ നല്ല ഭക്ഷണത്തിലേക്ക് തിരിച്ചു വരണം. നമ്മൾ അടുക്കളയിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നല്ല ഭക്ഷണങ്ങളെ വീണ്ടും നമ്മളെ അടുക്കളയിൽ തിരിച്ചെത്തിക്കുക എന്നൊരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നല്ല ഭക്ഷണം എന്നുള്ള പേരിൽ, ഈ അടുക്കള എന്ന പേരിൽ ഈ ഭക്ഷ്യമേള സംഘടിപ്പിച്ചത്. ഇതോടൊപ്പം കോഴിക്കോട് നഗരത്തിൽ ഒരു കേറ്ററിംഗ് സംവിധാനം കൂടി നല്ല ഭക്ഷണം എന്ന പേരിൽ ആരംഭിക്കാൻ വേണ്ടി ഗ്രീൻ വ്യൂ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ സിറ്റിക്കകത്ത് നടക്കുന്ന പരിപാടികളിൽ
നല്ല കപ്പയും കഞ്ഞിയും ചമ്മന്തിയൊക്കെ കിട്ടുന്ന ഒരു കൗണ്ടർ കൂടി ആരംഭിച്ചുകൊണ്ട് നല്ല ഭക്ഷണം എല്ലാവരിലും എത്തിക്കുന്നതിനുള്ള ഒരു സന്ദേശം മാത്രമാണ് ഗ്രീൻ വ്യൂ ഇതിലൂടെ ചെയ്യുന്നത്. ഇതോടൊപ്പം ഇവിടെ നമ്മുടെയൊക്കെ വീട്ടിൻ്റെ മുറ്റത്ത് വളർത്താൻ പറ്റുന്ന, ഇപ്പം പ്രത്യേകിച്ച് സ്ഥലമില്ലാത്തതിനാൽ വളരെ കുറഞ്ഞ സ്ഥലം വീടുകളിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് വീട്ടുമുറ്റത്തിനൊക്കെ ഒരു അലങ്കാരമായി ഉയരം കുറഞ്ഞ മാവുകൾ, പ്ലാവ്, ഇതൊക്കെ നമ്മൾ ആനക്കയം കാർഷിക സർവകലാശാല ഉൾപ്പെടെയുള്ള ശാസ്ത്രീയമായി ഇത്തരം ചെടികൾ സംരക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന അവരുടെ ഫലവൃക്ഷ തൈകൾ കൂടി ഗ്രീൻ വ്യൂയുടെ വിൽപ്പനക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം വിവിധ തരം പച്ചക്കറി വിത്തിനങ്ങളും. കോഴിക്കോട് മേയർ AK പ്രേമജം ഉദ്ഘാടനം നിർവഹിച്ച ഭക്ഷ്യമേള മെയ് 24 വരെ നീണ്ടുനിൽക്കും. കോയാറോഡ് ശ്രീഹരി നൃത്ത വിദ്യാലയത്തിന്റെ വാർഷികാഘോഷം ടൗൺ ഹാളിൽ നടന്നു. AKDTU സംസ്ഥാന സെക്രട്ടറി ഭരതാജ്ഞലി മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. കോയാറോഡ് ശ്രീഹരി നൃത്തവിദ്യാലയത്തിന്റെ വാർഷികാഘോഷം ടൗൺ ഹാളിൽ നടന്നു. AKDTU സംസ്ഥാന സെക്രട്ടറി ഭരതാഞ്ജലി മധുസൂദനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ജില്ലാ സംസ്ഥാന കലോത്സവ വിജയികളെയും SLC+2 ഉന്നത വിജയികളെയും അനുമോദിച്ചു. ശ്രീഹരി നൃത്തവിദ്യാലയം രക്ഷാധികാരി പ്രമോദ് മോവനാരി, ശ്രീകല സന്തോഷ്, VK ദിനുലാൽ, ജയപ്രകാശൻ മാസ്റ്റർ, ശശി കോളോത്ത്, എടപ്പുലത്ത് കാർത്തികേയൻ, CK പ്രസാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. 17 വർഷം മുമ്പ് പുതിയങ്ങാടിയിൽ ആരംഭിച്ച നൃത്തവിദ്യാലയം ഒരു ആസ്ഥാനം പോലും ആദ്യകാലങ്ങളിൽ ഇതിനില്ലായിരുന്നു. പല പല സ്കൂളുകളിൽ വെച്ച് വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുകയും പിന്നീട് സ്വന്തം വീടിനടുത്ത് തന്നെ ഒരു വിദ്യാലയമായി രൂപീകരിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് സംഗീത നൃത്തശില്പം അരങ്ങേറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. മലാപ്പുറം AUP സ്കൂൾ സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് SFI പ്രവർത്തകർ DDE ഓഫീസ് ഉപരോധിച്ചു. പാലക്കാട് വീരേന്ദ്രകുമാറിനെ ചിലർ കാലുവാരിയതായി സോഷ്യലിസ്റ്റ് യുവജനതാ സംസ്ഥാന പ്രസിഡന്റ് സലീം മടവൂർ. കക്കോടിയിൽ രശ്മി ഇലക്ട്രിക്കൽസിനും സാറ്റ്വിഷൻ കേബിൾ നെറ്റ്വർക്ക് സ്ഥാപനത്തിനും തീപിടിച്ചു. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.